ഇനി നടക്കാൻ പോകുന്ന +2 മെയിൻ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് PSCയുടെ ഏറ്റവും പുതിയ ചോദ്യങ്ങളാണ്. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ മൊബൈൽ ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ മൊബൈൽ ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Notwithstanding his hard work, he didn't succeed. Change into a compound sentence. അതായത് നമുക്കിവിടെ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ആ സെൻറ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? കോമ്പൗണ്ട് സെൻറ്റൻസിലേക്ക് മാറ്റണം. അപ്പം ആദ്യം എന്താണ് ഈ കോമ്പൗണ്ട് സെൻറ്റൻസ്? അത് നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിതിനെ ഈ പറയുന്ന കോമ്പൗണ്ട് സെൻറ്റൻസിലേക്ക് മാറ്റാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എന്താണ് കോമ്പൗണ്ട് സെൻറ്റൻസ്? രണ്ടോ അതിലധികമോ മെയിൻ ക്ലോസുകളെ കൺജങ്ഷൻസ് കൊണ്ട് കൂട്ടിയോജിപ്പിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് മെയിൻ ക്ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്ലോസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു പാർട്ടാണ്, ഭാഗമാണ്. എന്തിൻ്റെ? സെൻറ്റൻസിൻ്റെ. അപ്പോൾ സെൻറ്റൻസിൻ്റെ ഒരു ഭാഗത്തെയാണ് നമ്മൾ ക്ലോസ് എന്ന് പറയുന്നത്. അത് രണ്ട് തരമുണ്ട് പൊതുവെ. ഏതൊക്കെയാണ്? മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും. ഇനി എന്താണ് മെയിൻ ക്ലോസ്, എന്താണ് സബോർഡിനേറ്റ് ക്ലോസ്? മെയിൻ ക്ലോസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പ്രധാനപ്പെട്ട ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെൻറ്റൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അപ്പോൾ അത് തീർച്ചയായിട്ടും എന്തായിരിക്കും? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അത് സ്വന്തമായി നിൽക്കുന്നതായിരിക്കും. എന്നാൽ നമുക്കറിയാം സബ് എന്ന് പറയുമ്പോൾ എന്താ? കീഴിൽ നിൽക്കുന്നത്, എന്തിൻ്റെങ്കിലും ആശ്രയിച്ച് നിൽക്കുന്നത് നമ്മൾ സബ് എന്ന് പറയുന്നത്. അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ പറയുന്ന മെയിൻ ക്ലോസിനെ ആശ്രയിച്ച് നിൽക്കുന്നതിന് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയും. ഇനി ഈ പറയുന്ന മെയിൻ ക്ലോസിനും സബോർഡിനേറ്റ് ക്ലോസിനും നമുക്ക് കോമൺ ആയിട്ട് എന്തൊക്കെ കാണാൻ പറ്റും? ഒരു സബ്ജക്റ്റിനെ കാണാൻ പറ്റും, പിന്നെ ടെൻസ് ഫോമുള്ള വെർബും കാണാൻ പറ്റും. ഇതാണ് ഈ മെയിൻ ക്ലോസിൻ്റെയും സബോർഡിനേറ്റ് ക്ലോസിൻ്റെയും പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം. എന്നാൽ ഇവയെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? മെയിൻ ക്ലോസിൽ എന്തുണ്ടാകും? പൂർണ്ണമായ ഒരു ആശയം ഉണ്ടാകും, അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു അർത്ഥം ഉണ്ടാകും. എന്നാൽ സബോർഡിനേറ്റ് ക്ലോസിലോ അത് ഇൻകംപ്ലീറ്റ് ആയിരിക്കും, കംപ്ലീറ്റ് ആയിരിക്കത്തില്ല. അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ ആ സബോർഡിനേറ്റ് ക്ലാസ്സിനെ ആരെ ആശ്രയിക്കേണ്ടി വരും? മെയിൻ ക്ലോസിനെ ആശ്രയിക്കേണ്ടി വരും. അതായത് ഒരു മെയിൻ ക്ലോസ് ഉണ്ടെങ്കിൽ സബോർഡിനേറ്റ് ക്ലാസ്സിന് പ്രസക്തിയുള്ളൂ. അപ്പം നമ്മുടെ ഇവിടുത്തെ വിഷയം എന്താണ്? നമുക്ക് ഈ പറയുന്ന സെൻറ്റൻസിനെ കോമ്പൗണ്ട് സെൻറ്റൻസിലേക്ക് മാറ്റണം. അപ്പോൾ അവിടെ ഏതൊക്കെ ക്ലോസുകളെ വരാവൂ? മെയിൻ ക്ലോസുകൾ മാത്രമേ വരാവൂ. ആ മെയിൻ ക്ലോസുകളെ എന്ത് ചെയ്തിരിക്കണം? കൺജങ്ഷൻസ് കൊണ്ട് കൂട്ടിയോജിപ്പിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് എത്തുവാൻ വേണ്ടി ആദ്യം നമ്മുടെ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ അല്ലെങ്കിൽ ആ സെൻറ്റൻസിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. നോക്കുക. നോട്ട് വിത്ത്സ്റ്റാൻഡിങ്. ഈ നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എന്ന് പറയുന്ന വാക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? വിരുദ്ധങ്ങളായിട്ടുള്ള കാര്യങ്ങളെ പറയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നോട്ട് വിത്ത്സ്റ്റാൻഡിങ്, ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ്, ദോ, ആൾദോ, ഈവൻ ഇഫ്, ഓക്കെ, ബട്ട്, യെറ്റ്, ഹവർ, ഇവയെല്ലാം നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? വിരുദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവനകളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നോക്കുക. നോട്ട് വിത്ത്സ്റ്റാൻഡിങ് ഹിസ് ഹാർഡ് വർക്ക്. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അവൻ്റെ കഠിനാധ്വാനത്തിലും ഹി ഡിഡ്ന്റ് സക്സീഡ്, അവൻ വിജയിച്ചില്ല. സാധാരണ കഠിനാധ്വാനം ചെയ്താൽ അല്ലെങ്കിൽ നല്ലോണം പഠിച്ചാൽ നമ്മൾ ജയിക്കേണ്ടതാണ്, വിജയിക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത്? അവൻ നല്ലോണം പഠിച്ചു, കഠിനാധ്വാനം ചെയ്തു, പക്ഷേ വിജയിച്ചില്ല. അപ്പോൾ അത് വിരുദ്ധങ്ങളായിട്ടുള്ള സംഭവങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മളിവിടെ നോട്ട് വിത്ത്സ്റ്റാൻഡിങ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേ ആശയം തന്നെ നമുക്ക് കിട്ടണം എപ്പോഴും. ഈ പറയുന്ന സെൻറ്റൻസിനെ എന്താക്കി മാറ്റുമ്പോൾ, കോമ്പൗണ്ട് സെൻറ്റൻസിലേക്ക് മാറ്റുമ്പോഴും ഇതേ ആശയം തന്നെ നമുക്ക് നിലനിർത്തണം. ഇനി ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ പ്രത്യേകത എന്താ? ഇത് ഏത് തരം സെൻറ്റൻസ് ആണ്? ഇത് സിമ്പിൾ സെൻറ്റൻസ് ആണ്. എന്താണ് സിമ്പിൾ സെൻറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ മെയിൻ ക്ലോസേ അവിടെ വരാവൂ. അങ്ങനെയുള്ള നമ്മൾ സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഹി ഡിഡ്ന്റ് സക്സീഡ് ആണ് ഇവിടുത്തെ മെയിൻ ക്ലോസ്. കാരണം എന്താ? ഇവിടെ ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്, പിന്നെ ഡിഡ്ന്റ് സക്സീഡ് എന്ന് പറയുന്ന ടെൻസ് ഫോമുള്ള വെർബുണ്ട്, പിന്നെ പൂർണ്ണമായ അർത്ഥവും ഉണ്ട്. അവൻ വിജയിച്ചില്ല. അപ്പോൾ അതൊരു മെയിൻ ക്ലോസ് ആണ്. അങ്ങനെ ഒറ്റ മെയിൻ ക്ലോസ് ഉള്ളതിനെ നമ്മൾ സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നു. ഇതെന്താണ്? നോട്ട് വിത്ത്സ്റ്റാൻഡിങ് ഹിസ് ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ അവിടെ എന്തില്ല?
ഒരു സബ്ജക്റ്റ് ഇല്ല, ഒരു ടെൻസ് ഫോമുള്ള വെർബില്ല. പിന്നെ നമുക്ക് എന്ത് കാണാൻ കഴിയും? നോട്ട് വിസ്റ്റാൻഡിങ് എന്ന് പറയുന്ന വാക്കിനെ പറ്റും, ഹിസ് എന്ന് പറയുന്ന വാക്ക്, ഹാർഡ് വർക്ക് എന്ന് പറയുന്ന വാക്ക്. അപ്പോൾ വാക്കുകളുടെ കൂട്ടമാണ് ഇവിടെ. അവിടെ എന്തൊക്കെയില്ല? സബ്ജക്റ്റും ഇല്ല, ടെൻസ് ഫോമുള്ള വെർബും ഇല്ല. എന്നാൽ എന്തോ ഒരർത്ഥം നൽകുന്നുണ്ട്. അവൻ്റെ കഠിനാധ്വാനത്തിലും എന്ന് പറയുമ്പോൾ അതൊരു സംവാട്ട് മീനിങ് ആണ്. അപ്പോൾ എന്തോ ഒരർത്ഥം നൽകുന്ന വാക്കുകളുടെ കൂട്ടത്തെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഫ്രേസ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ഫ്രേസാണ്. ഇപ്പോൾ ഫ്രേസിൽ എന്തൊക്കെ കാണത്തില്ല? സബ്ജക്റ്റ് ഉണ്ടാകത്തില്ല, ടെൻസ് ഫോമുള്ള വെർബ് ഉണ്ടാകത്തില്ല, പൂർണ്ണമായ അർത്ഥം ഉണ്ടാകത്തില്ല. പക്ഷേ അത് വാക്കുകളുടെ കൂട്ടമായിരിക്കും. അവിടെ സംവാട്ട് മീനിങ് ഉണ്ടാകും. അതിനാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയുന്നത്. ഒരു സെൻറ്റൻസിൽ, ഒരു സിമ്പിൾ സെൻറ്റൻസിൽ ഫ്രേസ് വരാം. പക്ഷേ അവിടുത്തെ കണ്ടീഷൻ എന്താണ്? ഒറ്റ മെയിൻ ക്ലോസേ വരാവൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഒറ്റ മെയിൻ ക്ലാസ്സേ ഉള്ളൂ. ഇവിടെ ഒരു ഫ്രേസ് വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഒറ്റ മെയിൻ ക്ലാസ്സേ ഉള്ളൂ. അപ്പോൾ സിമ്പിൾ സെൻറ്റൻസ് ആണ്. ഈ സിമ്പിൾ സെൻറ്റൻസിനെയാണ് നമുക്ക് കോമ്പൗണ്ട് സെൻറ്റൻസിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമ്പൗണ്ട് സെൻറ്റൻസിൽ മിനിമം 2 മെയിൻ ക്ലോസ് വേണം. അപ്പോൾ നമ്മളെ ജോലി എന്താണ്? ഈ പറയുന്ന ഫ്രേസിനെ നമ്മൾ എന്താക്കി മാറ്റണം? ഒരു മെയിൻ ക്ലോസ് ആക്കി മാറ്റണം. ഇവിടെ ഓൾറെഡി നമുക്ക് വേറൊരു മെയിൻ ക്ലോസ് ഉണ്ട്. അപ്പോൾ ഈ ഫ്രേസിനെ നമ്മളൊരു മെയിൻ ക്ലോസ് ആക്കി മാറ്റണം. അങ്ങനെ നമുക്ക് 2 മെയിൻ ക്ലോസ് വരും. ആ 2 മെയിൻ ക്ലോസുകളെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കൺജങ്ഷൻ കൊണ്ട് കൂട്ടി യോജിപ്പിക്കണം. എങ്ങനെ അർത്ഥം നൽകുന്ന കൺജങ്ഷൻ? ആ വിരുദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവനകളെ സൂചിപ്പിക്കുന്ന കൺജങ്ഷൻ. അതുകൊണ്ട് നമ്മൾ കണക്ട് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ ഇതെന്തായി മാറും? ഒരു കോമ്പൗണ്ട് സെൻറ്റൻസ് ആയിട്ട് മാറും. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ ഒരു മെയിൻ ക്ലോസ് ആക്കി മാറ്റാൻ പറ്റും? നമുക്കിവിടെ എന്തൊക്കെ വേണം? ഒരു സബ്ജക്റ്റും വേണം, ടെൻസ് ഫോമുള്ള വെർബും വേണം. ഇത്രയുണ്ടെങ്കിൽ നമുക്കിതിനെ മെയിൻ ക്ലോസ് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്കൊരു അർത്ഥം നൽകുന്നുണ്ട്. നോട്ട് വിസ്റ്റാൻഡിങ് ഹിസ് ഹാർഡ് വർക്ക്, അവൻ്റെ കഠിനാധ്വാനത്തിലും എന്നൊരു അർത്ഥം നൽകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ കഠിനാധ്വാനം ചെയ്തു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവൻ കഠിനാധ്വാനം ചെയ്തു എന്ന് പറയണമെങ്കിൽ അവൻ എന്നുള്ള ഇംഗ്ലീഷ് വേണം. എന്താണ്? ഹി. അപ്പോൾ ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് വേണം. പിന്നെ കഠിനാധ്വാനം ചെയ്തു എന്ന് പറയുമ്പോൾ ഹി വർക്ക്ഡ് ഹാർഡ് എന്ന് വരണം. എന്താണ്? ഹി വർക്ക്ഡ് ഹാർഡ് എന്ന് വരണം. അപ്പോൾ നമുക്ക് ഹി വർക്ക്ഡ് ഹാർഡ് എന്ന് പറഞ്ഞപ്പോൾ ഇതെന്താണ്? ഹി എന്ന് പറയുന്ന സബ്ജക്റ്റും ഉണ്ട്, വർക്ക്ഡ് എന്ന് പറയുന്ന ടെൻസ് ഫോമുള്ള വെർബും ഉണ്ട്, ഇവിടെ പൂർണ്ണമായ അർത്ഥവുമുണ്ട്. അവൻ കഠിനാധ്വാനം ചെയ്തു. അപ്പോൾ ഒരു മെയിൻ ക്ലോസ് ആയി മാറി. പിന്നെ അടുത്ത മെയിൻ ക്ലോസ് ഇവിടെ ഉണ്ട്. ഹി ഡിഡ്ന്റ് സക്സീഡ്. അങ്ങനെ 2 മെയിൻ ക്ലോസ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇനി എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. എന്തുകൊണ്ട്? കൺജങ്ഷൻ കൊണ്ട് കണക്ട് ചെയ്യണം. അതെങ്ങനെയുള്ള കൺജങ്ഷൻ ആയിരിക്കണം? എന്തിനെ സൂചിപ്പിക്കുന്ന കൺജങ്ഷൻ ആയിരിക്കണം? ഈ പറയുന്ന വിരുദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവനകളെ സൂചിപ്പിക്കുന്ന കൺജങ്ഷൻ ആയിരിക്കണം. അതേതൊക്കെയാണ്? ബട്ടും യെറ്റും ഹവറുമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇടയ്ക്ക് നമുക്ക് ബട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ യെറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹവർ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഹി വർക്ക്ഡ് ഹാർഡ്, ഹി ഡിഡ്ന്റ് സക്സീഡ്, അങ്ങനെയുള്ള ഭാഗങ്ങളുണ്ടോ എന്ന് നോക്കുക. നോക്കുമ്പം ഹി വർക്ക്ഡ് ഹാർഡ്, ഡിഡ്ന്റ് സക്സീഡ്. ഇവിടെ ഡിഡ്ന്റ്, ഇവിടെ ഹി എഴുതാത്തത് എന്തുകൊണ്ടാണ്? ഈ ഹി ഇവിടെ ഈ സബ്ജക്റ്റ് തന്നെയാണ് ഇവിടെ. അതുകൊണ്ട് പിന്നെ ഹി നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. ഇവിടെ ഹി അണ്ടർസ്റ്റുഡ് ആണ്, സബ്ജക്റ്റ് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ ഹി വർക്ക്ഡ് ഹാർഡ്, ഹി ഡിഡ്ന്റ് സക്സീഡ്. എന്നിട്ട് എന്ത് ചെയ്തു? യെറ്റ് എന്ന് പറയുന്നൊരു കൺജങ്ഷൻ കൊണ്ട് കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായത്? ഒരു കോമ്പൗണ്ട് സെൻറ്റൻസായി മാറും. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ കോമ്പൗണ്ട് സെൻറ്റൻസ് ആയിട്ട് വന്നിരിക്കുന്ന ഏതാ? ഈ പറയുന്ന സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ക്ലിയർ ആയല്ലോ? ഇനി ഈ ആദ്യത്തെ ഓപ്ഷൻ്റെ പ്രത്യേകത എന്തുവാ? ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ ഇത് ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ ഇത് ഇപ്പോഴും എന്തായിട്ട് തന്നെ നിൽക്കുകയാണ്? ഫ്രേസ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഒറ്റ മെയിൻ ക്ലോസേ ഉള്ളൂ. അപ്പോൾ ഇത് ഇപ്പോഴും സിമ്പിൾ സെൻറ്റൻസ് ആയിട്ട് നിൽക്കുകയാണ്. ഇനി അടുത്ത നമുക്ക് നോക്കാം. ഹി ഡിഡ്ന്റ് സക്സീഡ്, അവൻ വിജയിച്ചില്ല. ആസ് ഹി ഡിഡ്ന്റ് വർക്ക്, കാരണം അവൻ വർക്ക് ചെയ്തില്ല. അങ്ങനെയാണോ സത്യം? അല്ല, അവൻ വർക്ക് ചെയ്തു പക്ഷെ വിജയിച്ചില്ലെന്നാണ് പറയണ്ടേ. അപ്പോൾ ഇത് ഈ പറയുന്ന സംഭവം ശരിയാവത്തില്ല. ഇനി ഇവിടെ നോക്കാം. ദോ ഹി വർക്ക്ഡ് ഹാർഡ്, അവൻ വർക്ക് ചെയ്തെങ്കിലും ഹി ഡിഡ്ന്റ് സക്സീഡ്. പക്ഷേ ഈ പ്രശ്നം എന്താ? ഈ ദോ ഹി വർക്ക്ഡ് ഹാർഡ് എന്ന് പറയുന്നത് എന്താ? ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഇതൊരു മെയിൻ ക്ലോസും. അങ്ങനെ വന്ന് ഇത് കോംപ്ലക്സ് സെൻറ്റൻസ് ആയി മാറത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ് വേണ്ടുന്നത്. അവിടെ 2 മെയിൻ ക്ലോസുകൾ വേണം, അതിനെ കൺജങ്ഷൻ കൊണ്ട് കൂട്ടി യോജിപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടും നമ്മുടെ ആൻസർ ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഈ പറയുന്ന സി എന്ന് പറയുന്ന ഓപ്ഷൻ. ഹി വർക്ക്ഡ് ഹാർഡ് യെറ്റ്
ഡിഡിൻ സക്സീഡ് എന്ന് പറയുന്ന ഇതാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. നോക്കുക. ദ ബിൽ പാസ്ഡ് ബൈ ദ പാർലമെന്റ് ഹാസ് ടു ഒബ്റ്റെയിൻ ദ പ്രസിഡൻസ് ഡാഷ്. അപ്പോൾ ആ പറയപ്പെടുന്ന ബില്ല് ഏത് ബില്ല്? പാസ്ഡ് ബൈ ദ പാർലമെന്റ്, പാർലമെന്റിനാൽ പാസ്സാക്കപ്പെട്ട ബില്ല്. ഹാസ് ടു ഒബ്റ്റെയിൻ, അതിന് എന്ത് നേടേണ്ടതായിട്ടുണ്ട്? ദ പ്രസിഡൻസ് ഡാഷ്, പ്രസിഡന്റിന്റെ സമ്മതം, അനുവാദം. അപ്പോൾ അതിന് സമ്മതം, അനുവാദം എന്ന് പറയുന്ന വാക്കാണ് ഇവിടെ വേണ്ടത്. അത് അസെന്റ് ആണോ, ഡിസെന്റ് ആണോ, അസെന്റ് ആണോ, അസെന്റ് ആണോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ASSENT എന്ന് പറയുന്ന ഈ അസെന്റ് ആണ് സമ്മതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് രണ്ടും എന്താ? വെർബ് ഫോംസ് ആണ്. ഡിസെന്റ് എന്ന് പറയുമ്പോൾ എന്താ? താഴോട്ട് വരുന്നത് നമ്മൾ ഡിസെന്റ് എന്ന് പറയുന്നത്. അസെന്റ് എന്ന് പറയുമ്പോൾ മേപ്പോട്ട് പോകുന്നത്. ഇനി ഈ മേപ്പോട്ട് പോകുന്ന ഈ വെർബിന്റെ നൗൺ ഫോമാണ് ഈ അസെന്റ്. അപ്പോൾ ഈ അസെന്റ് നൗൺ ഫോം ആണ്. പക്ഷെ തമ്മിലുള്ള വ്യത്യാസം ഇതെന്ന് വെച്ചാൽ സമ്മതം, അതായത് 2 S പിന്നെ ENT. ഇവിടെ നോക്കുമ്പോൾ ഒരു S ഒരു C. അപ്പോൾ ഇത് ഈ പറയുന്നതിൻ്റെ നൗൺ ഫോമാണ്. അപ്പോൾ ഇവിടെ സമ്മതം എന്നാണ് നമുക്ക് വേണ്ടുന്നത്. അതേതാണ്? ഈ പറയുന്ന A എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഈ A ആണ്. ഇനി അടുത്ത ചോദ്യം, വൈ ഡിഡ്ന്റ് യു സേ ദാറ്റ് യു വെയർ ഷോർട്ട് ഓഫ് മണി? നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല നിനക്ക് പൈസ ഇല്ല എന്ന്? എന്നാൽ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, ഇഫ് ഐ നോ ഐ ലെൻഡ് യു സം. എന്നുവെച്ചാൽ അത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ, അതായത് നിനക്ക് പൈസ ഇല്ല എന്നൊരു വിവരം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിനക്ക് എന്ത് തന്നെ കടം തന്നേനെന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ഇഫ് ക്ലോസിൽ പറയണം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇത് രണ്ടും കഴിഞ്ഞ കാലത്തിലെ കാര്യങ്ങളാണ്. ഓക്കെ, ഇനിയിപ്പം നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവുമോ? അവൻ്റെ പ്രശ്നം തീരുമോ? ഇല്ല, കാരണം നടന്നു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇനി നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റില്ല, പരിഹരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതെന്തായിരിക്കും? അത് ഇമ്പോസിബിൾ കണ്ടീഷനാണ്. ഇമ്പോസിബിൾ കണ്ടീഷൻ എപ്പോഴും നമ്മൾ ഏത് ടെൻസിലേ പറയാവൂ? ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റിലേ പറയാവൂ. ഓക്കെ, അപ്പോൾ ഇഫ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണം, പിന്നെ മെയിൻ ക്ലോസ് അതിനനുസരിച്ചുള്ളതായിരിക്കണം. അപ്പോൾ നമുക്കങ്ങനെ പാസ്റ്റ് പെർഫെക്റ്റിലുള്ള സംഭവം വല്ലതും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഹാഡ് നോൺ, ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഈ ഹാഡ് നോണും പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ബിയും ഡിയും പാസ്റ്റ് പെർഫെക്റ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ബിയോ ഡിയോ ആൻസർ ആവാനാണ് സാധ്യത. അതെന്തിനെ ആശ്രയിച്ചിരിക്കും? തുടർന്ന് വരുന്ന ഭാഗത്തെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ ഇഫ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ തുടർന്ന് വരേണ്ട മെയിൻ ക്ലോസ് എങ്ങനെയായിരിക്കണം? വുഡ് ഹാവ്, ഷുഡ് ഹാവ്, മൈറ്റ് ഹാവ് പ്ലസ് V3 ഫോം എന്ന രീതി വരണം. ഇപ്പോൾ ഇവിടെ നോക്കാം, വുഡ് ഹാവ് ഉണ്ട്, ഇവിടെയും വുഡ് ഹാവ് ഉണ്ട്. ഇനി എന്ത് വരണം? V3 ഫോം വരണം. എന്തിൻ്റെ? ഈ ലെൻഡ് എന്ന് പറയുന്ന വെർബിൻ്റെ V3 ഫോം അതേതാണ്? LENT ആണ്. ഓക്കെ, LENT. ഇത് V1 ഫോമിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഈ പറയുന്ന സംഭവമാണ്. ഏതാണ്? ഇഫ് ഐ ഹാഡ് നോൺ ഐ വുഡ് ഹാവ് ലെൻറ്റ് യു സം എന്ന് പറയും. ഇതാണ് കറക്റ്റ് ആൻസർ, ബി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇനി അടുത്ത ചോദ്യം നോക്കുക. ഐ ഡാഷ് എ ന്യൂ ഹൗസ് ലാസ്റ്റ് ഇയർ ബട്ട് ഐ ഡാഷ് മൈ ഓൾഡ് ഹൗസ് യെറ്റ്. സോ അറ്റ് ദ മൊമെന്റ് ഐ ഹാവ് 2 ഹൗസസ്. ഇപ്പോൾ ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതായത് ഇവിടെ ബൈ എന്ന് പറയുന്ന വെർബിൻ്റെയും നോട്ട് സെൽ എന്ന് പറയുന്ന ഈ വെർബിൻ്റെയും ശരിയായ ടെൻസ് ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ടെൻസ് ഫോമുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മളെപ്പോഴും ടൈമിംഗ് വേർഡിനെ ആശ്രയിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു ടൈമിംഗ് വേർഡ് ഉണ്ട്. ലാസ്റ്റ് ഇയർ എന്ന് പറയുന്ന ടൈമിംഗ് വേർഡ്. ഫസ്റ്റ് ഭാഗം ക്ലിയർ ചെയ്യാൻ നമുക്കൊരു ടൈമിംഗ് വേർഡ് ഉണ്ട്, ലാസ്റ്റ് ഇയർ. ഇനി രണ്ടാമത്തെ ഭാഗം എന്താണ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ടൈമിംഗ് വേർഡ് ഉണ്ട്, ഏത്? യെറ്റ്. അപ്പോൾ ഈ ഇതിനെ ആശ്രയിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം ലാസ്റ്റ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടുമുമ്പ് വേറെ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ, അതായത് സിൻസോ ഫോറോ അങ്ങനൊന്നും ഇല്ല എങ്കിൽ, ഇവിടെ ഹൗസ് എന്നാണ് വന്നിരിക്കുന്നത്, സിൻസോ ഫോറോ ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റ് അങ്ങനെ വന്നാൽ അത് ഏത് ടെൻസ് ആയിരിക്കും? അവിടെ സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും വരേണ്ടത്. ഓക്കെ, അപ്പം ഈ ബൈ എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് വരണം. അപ്പോൾ അതായിരിക്കും ബോട്ട് എന്ന, BOUGHT ബോട്ട്. ഓക്കെ, ഇനി യെറ്റ് വന്നാലോ അവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് വരേണ്ടത്. എന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. അത് എങ്ങനെയുള്ള പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കണം? നെഗറ്റീവ് മീനിങ് ഉള്ള പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കണം. ഇവിടെ ഓൾറെഡി നോട്ട് എന്ന് വന്നിട്ടുണ്ട്, അപ്പം നെഗറ്റീവാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്? ഹാസ് ഓർ ഹാവ് പ്ലസ് V3. എങ്ങനെയാണ്? ഹാസ് ഓർ ഹാവ് പ്ലസ് V3 എന്ന് വരും. ഹാസ് ഓർ ഹാവ് പ്ലസ് V3. അപ്പം ഇവിടെ ഹാസ് ഓർ ഹാവ്
പ്ലസ് V3 എന്ന രീതി വരണം. ഇവിടെ ഐ ആണ് വന്നിരിക്കുന്നത്. ഐ വരുമ്പോൾ ഹാവ് ആണ് വരേണ്ടത്. അപ്പോൾ ഐ ഹാവ് നോട്ട് സെൽ. സെല്ലിന്റെ V3 എന്താണ്? സോൾഡ് എന്നാണ്. അപ്പോൾ ഐ ഹാവ് നോട്ട് സോൾഡ് എന്ന രീതി വരണം. അപ്പോൾ നമ്മുടെ ആൻസർ ബോട്ട് എന്നും ഹാവ് നോട്ട് സോൾഡ് എന്നും വരണം. അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാ നോക്കുമ്പോൾ ബോട്ട് ഹാവ് നോട്ട് സോൾഡ്. ഇതാണ് ആൻസർ. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഈ പറയുന്ന എ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഐ ബോട്ട് എ ന്യൂ ഹൗസ് ലാസ്റ്റ് ഇയർ ബട്ട് ഐ ഹാവ് നോട്ട് സോൾഡ് മൈ ഓൾഡ് ഹൗസ് യെറ്റ്. സോ അറ്റ് ദ മൊമെന്റ് ഐ ഹാവ് 2 ഹൗസസ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കുക. വെൻ ഡാഷ് ടൈറ്റാനിക് വാസ് ക്രോസിംഗ് ഡാഷ് അറ്റ്ലാന്റിക് ഷി സ്ട്രക്ക് ആൻ ഐസ്ബർഗ്. അപ്പോൾ ഇതെന്താ? ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യം. നോക്കുമ്പോൾ ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പലിന്റെ പേരാണ്. അതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ എന്ത് ഉപയോഗിക്കണം? ദ ഉപയോഗിക്കണം. എന്ത് ഉപയോഗിക്കണം? ദ. പിന്നെ അറ്റ്ലാന്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഓഷ്യന്റെ പേരാണ്. അതിന്റെ തൊട്ട് മുമ്പ് നമുക്കൊന്ന് ഉപയോഗിക്കാം? ദ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ദ എന്ന് വരണം. അതേതാണ്? സി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ആഫ്റ്റർ എ ബ്രീഫ് സ്പീച്ച് ദ മിനിസ്റ്റർ ഡാഷ് ദ ന്യൂ സ്റ്റാച്യു. അല്ലേ, ഒരു ചെറിയ പ്രസംഗത്തിന് ശേഷം മിനിസ്റ്റർ എന്ത് ചെയ്തു? ഈ പുതിയ പ്രതിമ അനാവരണം ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അനാവരണം ചെയ്യുക എന്നൊക്കെയുള്ള ഇംഗ്ലീഷ് എന്താണ്? അൺവെയിൽ ആണ്. എന്താണ്? അൺവെയിൽ. അപ്പോൾ ഏതായിരിക്കും? ഈ പറയുന്ന ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഇറ്റ് ഈസ് ഡാഷ് ടു ഗോ ബൈ ട്രെയിൻ ദാൻ ബൈ കാർ. അപ്പോൾ ഇവിടെ ദാൻ എന്ന് വന്നിട്ടുണ്ട്. ഡാൻ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? കമ്പാരിറ്റീവ് ഡിഗ്രിയെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ് ആയിട്ടുള്ള സംഭവമാണ് ഇവിടെ വരേണ്ടത്. ഇപ്പോൾ ചീപ്പ് എന്ന് പറയുന്ന വാക്കിന്റെ കമ്പാരിറ്റീവ് ആണ് വരേണ്ടത്. നമ്മൾ ഒരിക്കലും മോർ ചീപ്പർ എന്ന് പറയത്തില്ല. പിന്നെ ചീപ്പസ്റ്റ് സൂപ്പർലേറ്റീവ് അതല്ല ഇവിടെ വേണ്ടുന്നത്. മോസ്റ്റ് ചീപ്പ് എന്നും പറയത്തില്ല. പിന്നെ ചീപ്പർ. ഇതാണ് കറക്റ്റ് ആൻസർ. ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. ചീപ്പർ. ഇറ്റ് ഈസ് ചീപ്പർ ടു ഗോ ബൈ ട്രെയിൻ ദാൻ ബൈ കാർ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. ദ വെഡിങ് ഹാസ് ബീൻ ഡാഷ് അണ്ടിൽ ജൂൺ. അതായത് ജൂൺ വരെ ഈ പറഞ്ഞ വെഡിങ് മാറ്റി വെച്ചിരിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാറ്റി വെക്കുക എന്നുള്ളതിൻ്റെ ഫ്രേസൽ വെർബാണ് വേണ്ടത്. അതാണ് പുട്ട് ഓഫ് ആണ്. ഇതാണ് പുട്ട് ഓഫ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി പുട്ട് ഓൺ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വിയർ. നമ്മൾ വസ്ത്രങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പുട്ട് ഓൺ എന്ന് പറയുന്നത്. പുട്ടപ്പം നമുക്കറിയാം ഇറക്റ്റ് എന്ന അർത്ഥം. ഇനി പുട്ട് ഔട്ട്, എക്സ്റ്റിങ്ക്യൂഷ്, തീ അണയ്ക്കുന്നതിന് നമ്മൾ പുട്ട് ഔട്ട് എന്ന് പറയും. ഇവിടെ കറക്റ്റ് ആൻസർ പുട്ട് ഓഫ് ആണ്. ഇനി അടുത്ത ചോദ്യം. ഇഫ് യു ഡു നോട്ട് കംപ്ലൈ ഡാഷ് ദ ട്രാഫിക് റെഗുലേഷൻസ് യു വിൽ ഗെറ്റ് ഡാഷ് ട്രബിൾ ഡാഷ് ദ പോലീസ്. അപ്പോൾ ഏതാണ്? പ്രിപ്പോസിഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? കംപ്ലൈ എന്ന് പറയുന്ന വാക്കിന് ശേഷം വരേണ്ട പ്രിപ്പോസിഷൻ ഏതാണ്? വിത്താണ്. പിന്നെ ഗെറ്റിന് ശേഷം വരേണ്ട എന്താണ്? ഗെറ്റ് ഡാഷ് ട്രബിൾ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? ഇൻറ്റു ആണ് ഉപയോഗിക്കേണ്ടത്. ഗെറ്റ് ഇൻറ്റു ട്രബിൾ. പിന്നെ ട്രബിളിന് ശേഷം വിത്താണ് വരേണ്ടത്. അപ്പോൾ അങ്ങനെ വിത്ത് ഇൻറ്റു വിത്ത് എന്ന രീതി വരണം. അതേതാണ്? ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം. ദ ബോയ് ലുക്ക് മച്ച് ഡാഷ്. അത് ആ പയ്യൻ വളരെ റിലീവ്ഡ് ആയിട്ട് കാണപ്പെട്ടു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിലീവ്ഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏത് റിലീവ്ഡ് ആണ് വരേണ്ടത്? അതേതാണ്? ഈ പറയുന്ന സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. RELIEVED റിലീവ്ഡ്. ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത്. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം നമ്മുടെ മൊബൈൽ ആപ്പിലൂടെ ഈ പറയുന്ന പരീക്ഷകൾക്കായി ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന മൊബൈൽ ആപ്പിൻ്റെ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.